നമസ്കാരം. വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ പരിപാടിയിൽ മനോജ് കെ വർമ്മ, കെ രാജേന്ദ്രൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തക, നിങ്ങൾക്കെല്ലാവർക്കും പരിചിതയായ കാവ്യ എസ് ബാബുവും. ഞങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർ ദൃശ്യങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ഓരോ ദിവസവും എത്രയോ വാർത്തകളുടെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു. അതിൽ കുറച്ചു മാത്രം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. പക്ഷേ ചില ദൃശ്യങ്ങൾ നമ്മളെ പിടിച്ചു കുലുക്കിക്കളയും. ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ഒരു ദൃശ്യം, അതിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ഈ വാർത്താ വിശകലന പരിപാടി ആരംഭിക്കുന്നത്. ഇതാണ് ആ ദൃശ്യം. നിങ്ങളിൽ പലരും ഇന്നത്തെ വാർത്തകളിൽ ഈ ദൃശ്യം മിന്നിമറയുന്നത് കണ്ടിരിക്കും. ഇന്നത്തെ പത്രങ്ങളിൽ ഈ ദൃശ്യത്തിൽ നിന്ന് ജനിച്ച വാർത്തകളും കണ്ടിരിക്കും. പക്ഷേ ആ വാർത്തകൾക്കപ്പുറം ഈ ദൃശ്യം നമ്മുടെ വേദനയായി മാറണം എന്ന് ശുപാർശ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നീ പരിപാടിയിൽ ഈ ദൃശ്യം അവതരിപ്പിക്കുന്നത്. രാജേന്ദ്രൻ ദില്ലിയിലടക്കം ദീർഘകാലം ജോലി ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. ഒട്ടേറെ ദൃശ്യങ്ങൾ ഇതുപോലെ ഇലക്ട്രോണിക് ദൃശ്യങ്ങളായല്ല, ഇതുപോലെ വേദനിപ്പിക്കുന്ന ദേശീയ ദൃശ്യങ്ങൾ നേരിട്ട് തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട വാർത്താപ്രവർത്തകനാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ, ഈ ദൃശ്യം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? അത് ചണ്ഡീഗഡിലെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ചണ്ഡീഗഡിലെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്ത്യയിലൊരു ആദ്യത്തെ പരീക്ഷണമെന്ന് പറയാം. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു. ഒരു വശത്ത് BJP സ്ഥാനാർത്ഥി, മറുവശത്ത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതാണ്. എന്നാൽ വോട്ടെടുപ്പെല്ലാം പൂർത്തിയായി. ഈ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭരണാധികാരി എന്ത് ചെയ്തെന്നാൽ 8 വോട്ടുകൾ അസാധുവാക്കി. ആ അസാധുവാക്കിയത് എങ്ങനെയെന്ന് ആ ദൃശ്യങ്ങളുണ്ട്. നേരിട്ട് ഭരണാധികാരി തന്നെ ഇടപെട്ട് അത് അസാധുവാക്കുന്നു. മാത്രമല്ല, ഭരണാധികാരിക്ക് സംശയമായി ഇതെല്ലാം എവിടെയെങ്കിലും പതിയുന്നുണ്ടോ എന്ന്. അങ്ങനെ നോക്കുന്നുണ്ട്. അതെ, CCTV ദൃശ്യങ്ങളിലൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് 8 വോട്ടുകൾ അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് 16 വോട്ട് കിട്ടി. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് 12 വോട്ടുകൾ കിട്ടി. വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു ഇതാ BJP സ്ഥാനാർത്ഥി മേയറായി. അത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. ഇതാണ് നടന്ന സംഭവം. ഇതിനെതിരെ ആം ആദ്മി പാർട്ടി പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് കേൾക്കാൻ തയ്യാറായില്ല. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ ദൃശ്യങ്ങൾ കണ്ട് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവിടെ നടന്ന ഒരു ഇന്ത്യയിലെ എത്രയോ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഒരു മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എന്നതല്ല അതിൻ്റെ പ്രത്യേകത. കാരണം സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഈ മേയർക്ക് വേണ്ടി കേസ് വാദിച്ചത് സോളിസിറ്റർ ജനറലാണ്. തുഷാർ മേത്ത സോളിസിറ്റർ ജനറലാണ് കേസ് വാദിക്കുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പരീക്ഷണമായിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ദില്ലി, 2 ഗുജറാത്ത്, 3 പഞ്ചാബ്, 4 ഹരിയാന, പിന്നെ ചണ്ഡീഗഡ്. ഈ 5 പ്രദേശങ്ങൾ ഏതാണ്ട് 50ഓളം സീറ്റുകളിൽ ഈ സഖ്യം വളരെ നിർണായകമാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി കൈകോർത്ത് കഴിഞ്ഞാൽ ഈ 5 പ്രദേശങ്ങളിലെ 50ഓളം സീറ്റുകളിൽ അത് വളരെ നിർണായകമാണ്. ഇക്കാര്യം BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് വളരെ ഇത്രയും ആസൂത്രിതമായ രീതിയിലുള്ള അട്ടിമറി നടത്തിയത്. ഇതിനെ ഹീനമെന്ന് പറയണോ, എന്ത് പറയണം, എന്ത് തരത്തിൽ വിശേഷിപ്പിക്കണം എന്നറിയില്ല. 4378 നഗരങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊരു നഗരം മാത്രമാണ് ചണ്ഡീഗഡ്. എല്ലാ നഗരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ചണ്ഡീഗഡിനും നമ്മുടെ ചരിത്രത്തിലും സാംസ്കാരിക ചരിത്രത്തിലും ഒക്കെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ മേയർ പദവിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരംതാണ ആക്ഷേപകരമായ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു ഭരണാധികാരി എത്തുന്നു. അത് രാജ്യം ഭരിക്കുന്ന
BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി നിയോഗിച്ച ഒരാൾ ഇത്തരത്തിൽ ചെയ്യുന്നു എന്ന് വരുന്നത്, മനോജ് എന്തു പറയണം നമ്മൾ ഇതിനെപ്പറ്റി? ഇതിൽ ഈ കഴിഞ്ഞ 2004 വാജ്പേയിയുടെ ആദ്യ മന്ത്രിസഭ രൂപീകൃതമായതിനു ശേഷം BJP പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കുക, അതല്ലെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക, ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങുക, ആ തരത്തിലുള്ളൊരു ഓപ്പറേഷൻ തുടങ്ങി വെച്ചു. അത് പൂർവാധികം ശക്തി പ്രാപിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 ശേഷമാണ്. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കണ്ടു. ഗോവ, കർണാടക, മഹാരാഷ്ട്ര, ഏറ്റവും ഒടുവിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ്. ഛത്തീസ്ഗഡിൽ MLA-മാരെ ബീഹാറിലേക്ക്, ഹൈദരാബാദ് റിസോർട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. പേടിയാണ് പ്രതിപക്ഷത്തിന്. MLA-മാരെ എന്ത് വില കൊടുത്തും BJP കൈക്കലാക്കും. കർണാടക തെരഞ്ഞെടുപ്പിൽ യെദ്യൂരപ്പയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വന്ന അവസരത്തിൽ 25 കോടി രൂപയായിരുന്നു ഒരു MLA-ക്ക് അവിടുത്തെ ഖനി മുതലാളിമാരിട്ട വില. ഒന്നോർക്ക് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന പൈസയാണ് 25 കോടി രൂപ. ആരായാലും വീണു പോവും. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയും എതിരാളികളെ നിഷ്പ്രഭരാക്കി അധികാരം കവർന്നെടുക്കുക എന്നുള്ളതാണ് BJP-യുടെ ഒരു ലൈൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചണ്ഡീഗഡിൽ നമ്മൾ അത് മനോജ്, ആ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും കോടികൾ വില പറഞ്ഞിട്ടും വീഴാത്തവരുടെ 8 പേരുടെ വോട്ട്, ആ വോട്ട് അങ്ങനെ ഒരു വോട്ട് വന്നാൽ ഞങ്ങളത് വെട്ടി അസാധുവാക്കും എന്ന സന്ദേശമാണ് ജനാധിപത്യ ഇന്ത്യക്ക് മേലെ ഒരു വെല്ലുവിളി പോലെ, ആക്ഷേപം പോലെ അതിൻ്റെ മുഖത്തേക്ക് ഈ രാഷ്ട്രീയ കാപാലികന്മാർ വലിച്ചെറിയുന്നത് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ കാവ്യ ഇന്നലെ മറ്റേ അസിതയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ മറ്റൊരു പ്രായപരിധിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. കാവ്യ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ കൗതുകമുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു മതരാഷ്ട്രമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതിനിടയിലും 2 പ്രധാനപ്പെട്ട വിശ്വാസങ്ങളായിരിക്കാം ഒരു ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യ സംവിധാനം, 2 കോടതികൾ. ഈ 2 ഘട്ടത്തിലും അർപ്പിക്കുന്ന വിശ്വാസത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് യഥാർത്ഥ വസ്തുത. അവിടെ 2ഇടത്തും അട്ടിമറിക്ക് തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് കണ്ടത്. ഞാൻ ഈ ദൃശ്യങ്ങൾ ഇന്ന് വാർത്ത വായിക്കുമ്പോൾ പലകുറി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ മറ്റൊന്നും വേണ്ട, ആ ഭരണാധികാരിയുടെ മുഖത്തെ അങ്കലാപ്പ്, ആ CCTV-യിലോട്ടുള്ള ആ ഒരു നോട്ടം, അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അസാധു 8 വോട്ടുകൾ നമ്മൾ കണക്ക് പറയുന്നു. എന്തുകൊണ്ട് അസാധു എന്നൊരു ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല. എന്തുകൊണ്ട് അസാധുവാക്കി എന്നതിനൊരു വ്യക്തമാക്കൽ നൽകാൻ തയ്യാറായിട്ടില്ല. എനിക്ക് ഒന്നുകൂടി അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇതേ ആവശ്യവുമായി സുപ്രീം കോടതിയിൽ പോകുന്നതിന് തൊട്ട് മുൻപ് ഹൈക്കോടതിയിൽ പോയി ഇത്രയും വ്യക്തമായ ശക്തമായ തെളിവ് അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് പരിഗണിക്കപ്പെട്ടില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. കോടതിയുടെ തലയ്ക്ക് മുകളില് അല്ലേ കൊമ്പും വായിൽ തേറ്റയും വളരുന്നു എന്ന് ഒരു കവി എമർജൻസി കാലം കഴിഞ്ഞ ഉടനെ സച്ചിദാനന്ദ മാഷ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമാണത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു പരാമർശം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കോടതിയെല്ലാം കാണുന്നുണ്ട് ഇത്തരമൊരു പ്രവണത, തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന സംവിധാനങ്ങൾ കാണാതിരിക്കാനാവില്ല. അത് നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു സെൻറ്റൻസ്. തീർച്ചയായിട്ടും കോടതികൾ എല്ലാം കാണണം. നീതിദേവതയുടെ മുഖം, കണ്ണ് അത് കെട്ടിയടച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാവുന്നത്. നമ്മളൊക്കെ എല്ലാവരും നീതിദേവതയുടെ പ്രതിമ കാണുന്നുണ്ട്. കണ്ണ് കാണാത്തതല്ല, കണ്ണ് നിഷ്പക്ഷത കൊണ്ട്, പക്ഷമില്ലായ്മ കൊണ്ട് കണ്ണ് കെട്ടിയിരിക്കുകയാണ്. നീതിദേവത ആ കണ്ണിലൂടെ തന്നെ എല്ലാം കാണുന്നുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ അനീതിക്ക് ഇരയായാലും കോടതിയെ അഭയം പ്രാപിക്കാനും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും ഒക്കെ തയ്യാറാവുന്നത്. ആ പ്രതീക്ഷ എല്ലായിടത്തും അസ്ഥാനത്തായിട്ടില്ല. ഹൈക്കോടതി ഇല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്, ഒരു ജഡ്ജി ഇല്ലെങ്കിൽ വേറൊരു ജഡ്ജിയുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. എല്ലാ മെഴുകുതിരികളും അണഞ്ഞിട്ടില്ല എന്ന വിശ്വാസം വളരെ സന്തോഷകരവുമാണ്. അപ്പോൾ കോടതിക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ ഈ കോടതിയുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു അവസാനത്തെ അഭയകേന്ദ്രമാണ്. സുപ്രീം കോടതിയിലെ എല്ലാ ജസ്റ്റിസുമാരും ഈ ചന്ദ്രചൂഡിനെ പോലുള്ള സമീപനം കൈക്കൊള്ളുന്ന ആൾക്കാരുമല്ല. നമ്മുടെ മുന്നിൽ എത്രയോ വിധിന്യായങ്ങളുണ്ട്. ഗുജറാത്ത് അപൂർവമായി കൈക്കൊള്ളുന്നവർ പോലും എപ്പോഴും അത് കൈക്കൊള്ളുന്നുമില്ല. അവര് വിളറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, അവര് വിറച്ചു പോകുന്ന നിമിഷങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്തെന്നാൽ ഇതിലുമെല്ലാം അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആസൂത്രിതമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ
അസം നിയമസഭാ തിരഞ്ഞെടുപ്പ്. അസമിലൊരു പ്രത്യേകത എന്നാൽ അവിടെ ഒരു 30% മുസ്ലിം ജനസംഖ്യയുണ്ട്. അപ്പോൾ അവർ വളരെ നിർണായകമാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം എന്തെന്ന്, ഏതാണ്ട് ഒരു 28ഓളം മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമല്ല, പക്ഷേ അതേ സമയത്ത് തന്നെ ഈ മുസ്ലിം വോട്ടർമാർ വളരെ നിർണായകമാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഒരു കാര്യം പുറത്തു വരുന്നത്. ഏതാണ്ട് ഈ 28 മണ്ഡലങ്ങളിലുള്ള ഏതാണ്ട് ഒരു 10-12 ലക്ഷം ഈ മുസ്ലിം വോട്ടർമാർക്ക് അത്തവണ വോട്ടവകാശമില്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിലില്ല. ഇല്ല എന്ന് മാത്രമല്ല, നല്ല മത്സരമായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ നല്ല പോരാട്ടം നടന്നിരുന്നു. കോൺഗ്രസ്, BJP ഒരു വശത്ത്, മറുവശത്ത് കോൺഗ്രസ്, UDF ആ പാർട്ടികളല്ല. പക്ഷേ ഈ 28 മണ്ഡലങ്ങളിലെ ബഹുഭൂരിഭാഗം സീറ്റുകളും BJP ജയിച്ചു. ഇവിടെ ഇത് വളരെ ഇതിനകത്ത് പ്രത്യേകത എന്തെന്നാൽ, ഈ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടുകൂടി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒഴിവാക്കുന്ന ആ മണ്ഡലങ്ങളുടെ ആ ഒരു 126 മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പൊതുവേ ഇല്ല. ആകെയുള്ളത് ഇത്തരം മണ്ഡലങ്ങളിൽ മാത്രമാണ്, വളരെ നിർണായകമായ മണ്ഡലങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് എല്ലാ ഘട്ടങ്ങളിലും അട്ടിമറിക്കപ്പെടുന്നു. ജനഹിതം അട്ടിമറിക്കാൻ എന്തൊക്കെ നടക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ പരീക്ഷണങ്ങളായിരിക്കും. ഇവിടെ ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല താഴെത്തട്ടിലെ അവസ്ഥ. നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയെ ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി കേരളത്തിൽ തൃപ്രയാറൂർ ക്ഷേത്രത്തിൽ വന്നു, ഈ തമിഴ്നാട്ടിലൊരു രാമക്ഷേത്രത്തിൽ വന്നു, ആന്ധ്രാപ്രദേശിൽ രാമക്ഷേത്രത്തിൽ വന്നു. എന്തതിൻ്റെ കാരണം എന്തെന്നാൽ, BJPയുടെ തന്നെ ആഭ്യന്തര കണക്ക് പ്രകാരം അവർക്ക് കിട്ടാവുന്ന പരമാവധി സീറ്റ് കഴിഞ്ഞ തവണ ഈ ഹിന്ദി മേഖലയിൽ നിന്ന് നേടി തൂത്തുവാരി. അവിടെ ആ മേഖലയിൽ എന്തൊക്കെ ചെയ്താലും കുറേ സീറ്റുകളുടെ ഒരു കുറവുണ്ടാവും. ഉത്തർപ്രദേശിലെ 30ഓളം സീറ്റുകൾ അവിടെ നഷ്ടപ്പെട്ടേക്കുന്നുള്ളൂ. അപ്പോൾ അത് നികത്താനായി മറ്റെവിടെയെങ്കിലും കൂടുതൽ സീറ്റുകൾ വേണം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ വളരെ ആസൂത്രിതമായി അസമിൽ നടന്നതുപോലുള്ള അട്ടിമറി, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ്, ഇത്തരം വോട്ടെണ്ണൽ അത് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ അട്ടിമറികൾ നടത്തുക, ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടക്കുന്നത്. ഞാൻ അതിൻ്റെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ BJP നേതൃത്വം വീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ കേസ് ബാധിക്കാനായി നമ്മുടെ സോളിസിറ്റർ ജനറൽ തന്നെ ഹാജരായി എന്ന വസ്തുത. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഞങ്ങൾക്ക് കൈരളി ടീമിൻ്റെ വാർത്താ വിഭാഗത്തിലെ പ്രവർത്തകരായ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് ചണ്ഡീഗഡിൽ നടന്ന ഒരു വ്യക്തിയുടെ ഒരു കൈത്തെറ്റ്, അയാളുടെ ഒരു വിവരക്കേട് ആയിട്ട് കാണരുത്. ഇത് അതിലപ്പുറം മാനങ്ങളുള്ള നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ഒരു വലിയ ഗൂഢാസൂത്രിതമായ നീക്കത്തിൻ്റെ ഒരറ്റം നമ്മൾ കണ്ടതാണ് എന്നതാണ്. മാത്രമല്ല, ഈ നമ്മൾ ഭരണാധികാരി എന്ന് മാത്രമൊക്കെ ഈ വാർത്തകളിൽ പറയുന്നുള്ളൂ. ഇദ്ദേഹം ആരാണ് എന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം അനിൽ മാസിക് എന്ന് പറയുന്ന ഒരു 53കാരനാണ്. ഈ മനുഷ്യൻ ഒരു ഇരയാണ്, അതേസമയം ഒരു പ്രതീകവുമാണ്. അങ്ങനെ വേണം നമുക്ക് കാണാൻ. 2015 മുതൽ BJPയുടെ നേതാവായി വാഴുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം 2022 കൗൺസിലറായി ഈ സഭയിലെ, ഈ ചണ്ഡീഗഡ് നഗരസഭയിലെ കൗൺസിലറായി എത്തി. ന്യൂനപക്ഷ മോർച്ചയുടെ, BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഏതോ ഒരു പ്രാദേശിക നേതാവ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആ സ്ഥാനത്തെത്തിയപ്പോൾ കാണിച്ച ഒരു വിവരക്കേടല്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു വ്യക്തിത്വം ഇദ്ദേഹത്തിനുണ്ട്. ചർച്ച് ഓഫ് നോർത്ത് 2018 ഇദ്ദേഹത്തെ പള്ളി വിലക്കുന്നുണ്ട്. പള്ളികളിൽ ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു പള്ളി വിലക്ക് ഇദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു കൗൺസിൽ യോഗത്തിൽ അതുവരെ ഉണ്ടാകാത്ത പോലെ അസാധാരണമായിട്ട് പെരുമാറുകയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്ത ഒരു ബഹളത്തിന് പുറകെ അദ്ദേഹത്തെ പള്ളി വിലക്കിയതിൽ ഒരു ഇതുണ്ടാവാം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് ആ പള്ളിക്ക് അത് ദുരൂഹമായ സാഹചര്യത്തിൽ ആ വിലക്ക് നീക്കേണ്ടി വന്നു. ഇദ്ദേഹം വീണ്ടും പള്ളിയിൽ ആ സഭയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളായി മാറി. ഇദ്ദേഹം കാല് പിടിച്ചത് കൊണ്ടാണോ, അവർ കീഴടങ്ങിയത് കൊണ്ടാണോ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയെ കൊണ്ട്, ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ
ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി അത് ക്യാമറകളുടെ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് കാണിച്ചപ്പോൾ സുപ്രീം കോടതി പോലും, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ഏറ്റവും ഉയർന്ന ആൾ പോലും ഞെട്ടി. ജനാധിപത്യത്തിൻ്റെ മരണമാണ്, ഞങ്ങളിത് കാണുന്നുണ്ട്, ഈ മനുഷ്യൻ ഇത് ചെയ്തയാൾ നിയമ നടപടി അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അത്രയേറെ പ്രാധാന്യം ഇതിനുണ്ട്. ഇതൊരു വാർത്തയ്ക്ക് കൺവേ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലേ മനോജ്? അതെ, തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന BJPയുടെ ഒരു രീതി മാത്രമാണിത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും 2021 പോണ്ടിച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു MLA പോലും ആ BJPക്ക് ഉണ്ടായില്ല, 2.44% വോട്ട്. പക്ഷേ 5 BJP MLA, 5 കോൺഗ്രസ് MLAമാരെയും ഒരു DMK MLAയെയും കൂറുമാറ്റി ഇന്ന് BJP മുന്നണി അവിടെ ഭരണം പിടിച്ചു. അതിനു മുമ്പ് ഗോവയിൽ 17 സീറ്റുകൾ കോൺഗ്രസിനും 10 സീറ്റുകൾ BJPക്കും. ഇന്ന് അവിടെ ഭരിക്കുന്നതും BJP മന്ത്രിസഭയാണ്. പണമെറിഞ്ഞും മസിൽ പവർ കാട്ടിയും BJP എവിടെയും ഭരണം പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ നമ്മൾ യെദ്യൂരപ്പയുടെ കാര്യത്തിൽ പറഞ്ഞത്, 25 കോടി രൂപ ഒരു MLAക്ക് വിലയിട്ടത്. ഇത് അനുസ്യൂതം ഇവർ തുടരുകയാണ്. ഒരു അവതാരക എന്ന നിലയ്ക്ക് പറയും, ആഴ്ചയിൽ ഒരു വാർത്തയെങ്കിലും ഇത് ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്ത കവിക്കൊക്കെ വായിക്കേണ്ടി വരുന്നില്ലേ? തീർച്ചയായും അത് വളരെ ഭയപ്പാടോടുകൂടി കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ആശങ്കകളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയ്ക്കുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെയും വരുമ്പോൾ ഇതിലെപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് AAP അത്തരത്തിലുള്ളൊരു യോജിച്ചുള്ളൊരു പ്രവർത്തനത്തെ ഭയപ്പെട്ടു എന്നതാണ്. ചരിത്രത്തിൽ അവർക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ചൂണ്ടിക്കാണിക്കാമായിരുന്നു ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതെ, ആദ്യത്തെ വിജയമാകുമായിരുന്നു. അത് കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നൽകുന്ന ഒരു സൂചനയുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ആ ഒരു പ്രവർത്തനത്തെ മാത്രമേ BJP ഈ ഒരു ഘട്ടത്തിൽ ഭയപ്പെടുന്നുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് ഇത് മാറുന്നുണ്ട്. ആ നിലയ്ക്കുള്ളൊരു പോസിറ്റീവ് വശവും കൂടി ഈ ഒരു ചർച്ചയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ പോസിറ്റീവ് വശത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ചണ്ഡീഗഡ് നഗരസഭയിലെ ആ ചേരുവ അംഗങ്ങളുടെ ആ ഒരു തരംതിരിവ് അതൊരു പ്രത്യേക തരത്തിലാണ്. BJPക്ക് 15 സീറ്റ്, ആം ആദ്മി പാർട്ടിക്ക് 13 സീറ്റ്, കോൺഗ്രസ്സിന് 7 സീറ്റ്. അത്തരത്തിലുള്ള ഒരു വിഭജനം. ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം കൈകോർത്തപ്പോൾ അവർക്ക് അധികാരം കിട്ടാത്ത ഒരു നില വരുന്നു. ഇതിന് തന്നെയാണ് BJP ദേശീയ സാഹചര്യത്തിൻ്റെ ഒരു കൊച്ചു പ്രതിഫലനമായിട്ട് നമുക്കിതിനെ കാണാം. ഇതിനെ തന്നെയാണ് അവർ പേടിച്ചത്. ചണ്ഡീഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ജയിക്കുന്നവരായിരിക്കും സാധാരണ ഇന്ത്യ ഭരിക്കുക എന്ന് പറയാറുണ്ട്. ഈ രാജ്യത്തിൻ്റെ പൊതുചിത്രം പ്രതിഫലിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ആ ബ്ലോക്കിന് കിട്ടാവുന്ന, ഉണ്ട് എന്നും ഇല്ല എന്നും പറയാവുന്ന നിലയിൽ ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഇന്ത്യ മുന്നണി അതിന് സ്വയം സ്വീകരിക്കാവുന്നൊരു സന്ദേശമായിരുന്നു, രാഷ്ട്രീയ ഭാരതത്തിന് കൊടുക്കാവുന്നൊരു സന്ദേശമായിരുന്നു. അതൊക്കെ തകർന്നിരിക്കുകയാണ്. ഇത് സത്യത്തിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒക്കെയുള്ളൊരു സന്ദേശമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നത് വ്യക്തമായി ഈ ചണ്ഡീഗഡ് പാഠം അവരെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ BJP ഭയക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു യോജിച്ചുള്ള പ്രവർത്തനമാണെന്ന് തോന്നുന്നു. ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. അതാണ് പ്രതിപക്ഷത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് എടുക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു സൂചന എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഈ കൂട്ടായ്മയെ പേടിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നടത്തി ബീഹാറിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇപ്പം അവിടെയും വിശ്വാസ വോട്ടെടുപ്പാണ് അടുത്ത ആഴ്ചയിൽ. കോൺഗ്രസ് MLAമാരെ ഹൈദരാബാദ് റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത മറ്റൊരു വാക്കായിരിക്കും റിസോർട്ട് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കൃത്രിമങ്ങൾ നടന്നാലും അതിലിടപെടുക, അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക, അങ്ങനൊരു സംവിധാനമുണ്ട്. ഇത് നോക്കുകുത്തിയോ മാപ്പുസാക്ഷിയോ അല്ല, പക്ഷേ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനകത്ത് ധീരനായ ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് TN ശേഷന്റെ കാര്യം അത് കുറേ മറ്റൊരു സാഹചര്യത്തിലാണ്. ഈ അശോക് ലവാസ എന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ നരേന്ദ്രമോദി പരസ്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പല സ്ഥലത്തും പ്രസംഗം നടത്തി. ഈ വർഗീയത ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ. അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഈ പുൽവാമയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി, ഈ രക്തസാക്ഷികളായ ജവാന്മാർക്ക് വേണ്ടി യുവജനങ്ങൾ വോട്ട് ചെയ്യണമെന്നെല്ലാം അഭ്യർത്ഥിച്ചു. അന്ന് അതിനെതിരെ പരാതി പോയ സമയത്ത് ഈ അശോക് ലവാസ എന്ന ഉദ്യോഗസ്ഥൻ ശക്തമായൊരു നിലപാടെടുത്തു. ഇതിനെതിരെ നടപടി വേണം, ഒരു താക്കീതെങ്കിലും വേണം.
പക്ഷേ 3 അംഗ കമ്മീഷനാണ്. അതിലെ മറ്റ് രണ്ട് കമ്മീഷണർമാർ പറ്റില്ലെന്ന് പറഞ്ഞു. അവസാനം 2-1 ആ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ആ ആവശ്യം തള്ളി. അതിനുശേഷം ആ അശോക് ലവാസ ഏത് രീതിയിലാണ് വേട്ടയാടപ്പെട്ടതെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരിക്കെതിരെ റെയ്ഡ്, ഭാര്യയ്ക്കെതിരെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ എല്ലാം ഈ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ ഉണ്ടായി. റെയ്ഡാണൊരു ബ്രഹ്മാസ്ത്രമായിട്ട് വെച്ചിരിക്കുന്നത്. അവസാനം അശോക് ലവാസ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രാജിവെച്ച് പോയി. ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥന് ഒരുപാട് കാലാവധി ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇതാണ് കമ്മീഷന്റെ ചട്ടക്കൂട് മാറ്റിയല്ലോ, നിയമന രീതി തന്നെ സർക്കാർ മാറ്റി. അതിന്റെ കാരണം ഇതാണ്. അവര് അശോക് ലവാസയെ പോലുള്ള നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ഭയക്കുന്നു. അതുകൊണ്ടാണ് മൊത്തം ഇത് മാറ്റിയത്. അപ്പോൾ നേരത്തെ കാവ്യ പറഞ്ഞതുപോലെ ചില പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഇതിലൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ റാഞ്ചിയിൽ ഭാരത് ജോഡോ യാത്ര എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി ചെയ്തത് ഏതെങ്കിലും ആരാധനാലയത്തിൽ പോകുന്ന അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടി, അവിടെ ഫാൻസി ഡ്രസ്സ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വിമർശിക്കപ്പെടുന്ന ആ നിലപാട് അതല്ല ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചെയ്തത് കൽപ്പന സോറനെ പോയി കാണുകയായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ഐക്യദാർഢ്യം വേട്ടയാടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് കുടുംബത്തിന് നൽകാനുള്ള രാഷ്ട്രീയ വിവേകം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായി. ഇത് സ്ഥായിയാണോ, നിലനിൽക്കുമോ, അതിന് അടുത്ത തവണ ചെല്ലുമ്പോൾ മറ്റൊരമ്പലത്തിൽ ചെന്ന് മറ്റെന്തെങ്കിലും തരത്തിൽ നിൽക്കാനാണോ അദ്ദേഹത്തിന് തോന്നുക എന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് സന്ദേശങ്ങൾ ഇവർ ഇന്ത്യക്ക് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് അഭിപ്രായപ്പെടേണ്ടി വരും. ഇപ്പുറത്തും ഇപ്പോൾ LK അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തു. അതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, അതായത് BJPയുടെ പരമ്പരാഗതമായ വോട്ടർമാർക്കിടയിൽ നരേന്ദ്രമോദിക്കെതിരായി വല്ലാത്തൊരു അസ്വസ്ഥത ഒരു വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ അയോധ്യയിലെ ഈ രാമവിഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ടായ ചില വിവാദങ്ങൾ, ശങ്കരാചാര്യന്മാർ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. പിന്നെ RSSൻ്റെ സർസംഘ് ചാലക് 1925 തൊട്ട് ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ RSSൻ്റെ സർസംഘ് ചാലക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അയാളായിരിക്കണം അവിടുത്തെ നമ്പർ 1. ചരിത്രത്തിലാദ്യമായി നമ്പർ 2 ആവേണ്ടി വന്നു. അതാ രാമക്ഷേത്ര ആ ചടങ്ങിന് ശേഷം നടന്ന ആ പൊതുയോഗത്തിൽ ഒന്നാമൻ നരേന്ദ്രമോദിയായിരുന്നു, രണ്ടാമനായിപ്പോയി. ഇതെല്ലാം ഈ അടിസ്ഥാന അവരുടെ വോട്ടർമാർക്കിടയിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രമമാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ ഈ BJPക്കകത്ത് ഒരു വല്ലാത്ത അസ്വസ്ഥത കാണാനുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മൾ ഈ ചണ്ഡീഗഡിലും കണ്ടത്. തീവ്രമായ അഭിപ്രായഗതികൾ ഇടയ്ക്കിടയ്ക്ക് പുറപ്പെടുവിക്കുക എന്ന ശൈലി അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ വിദേശ ശക്തികൾ 3500-ൽ പരം ആരാധനാലയങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു വേണം. പക്ഷേ ജ്ഞാൻവാപിയും മധുരയും വിട്ടുതന്നാൽ ഞങ്ങൾ സമാധാനപ്പെട്ടുകൊള്ളാം എന്ന് ഈ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ട്രഷറർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രസ്താവന. പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ജയശ്രീറാം വിളിച്ചുകൊണ്ടാണ് ആ ബില്ല് ടേബിൾ ചെയ്തതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ദിവസം. സത്യത്തിൽ ഇതാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു വാർത്ത അതൊരു വാർത്ത മാത്രമല്ല, അത് തുടർച്ചയായ കുറേ സംഭവങ്ങളുടെ ഒരു പരിണതിയായി കാണുക എന്ന ഒരു നില നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഒരു വാർത്ത ഒരുപാട് സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, അത് മറ്റു പല സന്ദേശങ്ങളുമായും കൈകോർക്കുന്നുമുണ്ട്. അങ്ങനെ സന്ദേശങ്ങളുടെ ഒരു തുടർച്ചയിൽ വാർത്തയെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് വിവേകമുള്ള ഒരു ജനത ഒരു നാട്ടിൽ ഉണ്ടാവുന്നത്. ഈ പറയുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം അന്തിമമായി ഉള്ളത് വി ദ പീപ്പിൾ ആണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. നമസ്കാരം.